ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നതേ അവൽ മിൽക്കിൻ്റെ ഒരു ഹെൽത്തിയർ വേർഷനാണ് കേട്ടോ. അവൽ മിൽക്ക് ഓൾറെഡി ഹെൽത്തി ആണ്, പക്ഷെ അതിനെ തന്നെ ഒന്നും കൂടെ മധുരമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണ്. അതും കഴിക്കാവുന്ന ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാവുമല്ലോ അവലില്ലേ, ചുമന്ന അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തത് വേണം. പിന്നെ പാല് തിളപ്പിച്ചത് വേണം. പിന്നെ ഞാലിപ്പൂവൻ പഴം ഒരു 6-7 പഴം നല്ലപോലെ പഴുത്തത് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് സ്മാഷ് ചെയ്തത് വേണം. ഇതാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് കേട്ടോ. നമ്മളുടെ ചാനലിൽ ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, കുക്കിംഗ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോറി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ഈ ഹെൽത്തി ഈറ്റിംഗ് എന്നുള്ള പറയുന്ന ഒരു പോർഷനും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ഇപ്പോൾ നല്ലപോലെ തടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ സാധാരണ എല്ലാ വീടുകളിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ഒരു സ്നാക്കായിട്ടോ, ഇപ്പോൾ വറുത്ത് അല്ലെങ്കിൽ പൊരിച്ച സ്നാക്സ് ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ അവൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുന്ന പോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ പാല് 1 കപ്പ്, അതായത് ഒരു 250 ml പാലെടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഫാമിലിക്കും കൂടി ഉള്ളതാണ്. പിന്നെ ഞാലിപ്പൂവൻ പഴം, ഇതാണ് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പഴം എല്ലാം എടുത്ത് തൊലി ഉരിച്ച് വെച്ചിട്ട് ചെറിയ ഫോർക്ക് വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പഴം സ്മാഷ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടും. ഈ കഷ്ണങ്ങൾ നമുക്ക് അവലിൻ്റെ ഒപ്പം കടിച്ച് തിന്നാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സ്മാഷ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് 97% പേരും കാണുന്നത്. നമ്മൾ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷനിലൊക്കെ പോയിട്ടായിരിക്കാം, നമ്മൾ പുതിയതായിട്ട് ചെയ്തു തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ, അതുപോലെ എൻ്റെ കണ്ടൻറ്റ് നല്ലതായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് റെലവൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപയോഗപ്രദമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ്. 1000 പേരൊക്കെ തികയണം. അപ്പോൾ ഇത് വെറുതെ ചെയ്യുന്നതാണ് യൂട്യൂബിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഓരോ ലക്ഷ്യങ്ങളുണ്ടല്ലോ നമുക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാതില്ലാത്ത ഉപകാരമാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ്. നമ്മളുടെ പഴമൊക്കെ നമ്മൾ സ്മാഷ് ചെയ്തെടുത്തു കേട്ടോ. നല്ല പഴുത്ത പഴമായിരിക്കണേ. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലപോലെ ഉടഞ്ഞു വരികയുള്ളൂ. പഴം മുഴുവനും നമ്മൾ സ്മാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ കോരി എടുക്കുമ്പോൾ കണ്ടോ, പീസായിട്ട് ഇങ്ങോട്ട് പോരുന്ന രീതിയിൽ സ്മാഷ് ചെയ്തെടുക്കുക. പഴമൊക്കെ ഒരുവിധം സ്മാഷിങ്ങൊക്കെ കഴിഞ്ഞ് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കും കഴിക്കാം കേട്ടോ. അവർക്ക് വേണമെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ടാണ്, ഈ കണ്ടെയ്നറിലോട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ഇത് ലെയർ ചെയ്യുക. അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്തത് അതിന് തന്നെ കുറച്ചിട്ട് ഒരു ലെയർ അവലിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, പഴം സ്മാഷ് ചെയ്തത് ഇതുപോലെ തന്നെ ഒരു ലെയർ ഇടുക. അങ്ങനെ ഇത് മാറിയിട്ട് പാത്രം നിറയുവോളം അവലും പഴവും ലെയർ ചെയ്ത് വെക്കുക. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് മാത്രമായാലും നമുക്ക് വിശപ്പ് മാറില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കപ്പലണ്ടിയില്ലേ, പീനട്ട്, അതും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ചിനിടയിൽ ഒരു സ്നാക്ക് നമ്മൾ പ്ലാൻ ചെയ്യണതിനകത്ത് ഇന്ന് നട്ട്സിൻ്റെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് മിക്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫാറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ എന്താ പറയുക, പീനട്ട് അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നട്ട്സും കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ സ്നാക്ക് ആണെങ്കിൽ നട്ട്സ് ചേർത്താൽ കുഴപ്പമില്ല കേട്ടോ. കപ്പലണ്ടിയും കൂടെ ഇതിൻ്റെ കൂടെ നല്ലപോലെ ബ്ലെൻഡായി പോകുന്നൊരു ടേസ്റ്റാണ്. ഇപ്പോൾ കപ്പലണ്ടി ചേർക്കാവുന്നതാണ്. പീനട്ട് ബട്ടറിലോട്ടൊന്നും പോകരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഹൈ കാലറിയാണ്. അതുകൊണ്ട് കപ്പലണ്ടിയൊക്കെ ഒരു സ്പൂണൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ മേലെ പിന്നെ അവൽ വെച്ച് ലെയർ ചെയ്ത് നമ്മളിങ്ങനെ ലെയർ ചെയ്ത് പാത്രം ഫില്ലാക്കി എടുക്കുക. ഇപ്പോൾ പാത്രം ഏതാണ്ട് ഫില്ലായി കണ്ടോ.
നമുക്കിതിൽ നിന്ന് കോരിയെടുത്ത് കഴിക്കണം. അപ്പോൾ അവൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ട് അവൽ നല്ല തരിതരിപ്പാണ് കേട്ടോ. ഇനി അതിൽ കഴിക്കാൻ നേരത്താണ് ഇത് ഒഴിക്കേണ്ടത്, പാലൊഴിക്കുക. അപ്പോൾ പാലൊഴിക്കുമ്പോൾ അവൽ ഈ പാൽ മുഴുവൻ ഒബ്സോർബായിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് ആ അവൽ കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്നാക്കായിട്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്തെ കഴിക്കാൻ സമയത്തെ പാലൊഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പാത്രം നകക്കെ പാലൊഴിച്ച് കൊടുക്കുക. സ്പൂണോ അങ്ങനെ വെച്ചിട്ട് അത് കോരിയെടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. നല്ല ഫില്ലിങ്ങാണ്, നല്ല ഹെൽത്തിയാണ്, ഒരുപാട് കോസ്റ്റ്ലി അല്ല. എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. നമ്മൾ സ്നാക്കായിട്ട് ഇപ്പോൾ അവൽ നനയ്ക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. സാധാരണയായിട്ട് വീടുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും കൊടുക്കാം, വലിയവർക്കും ഉപയോഗിക്കാം. ഇതിൽ വീണ്ടും പരീക്ഷണങ്ങൾ, മധുരം ചേർക്കരുത്, നട്ട്സ്, സീഡ്സ് അതൊക്കെ ചേർത്തുള്ള പരീക്ഷണങ്ങൾ ചെയ്യാം. അപ്പോഴും നമ്മൾ ഓരോന്നിൻ്റെയും കാലറി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. എത്ര എടുത്തു കഴിഞ്ഞാൽ എത്ര കാലറി കയറുന്നുള്ളൂ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷമേ നമ്മൾ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. നമ്മൾ ടോട്ടൽ ഒരു ദിവസം കഴിക്കുന്ന കാലറിയുടെ ഏകദേശം ഒരു അളവ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, നമുക്ക് വേണ്ട കാലറി. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ രാവിലെ എണീറ്റ് ഒരു 1 ഹവറിനകം അല്ലെങ്കിൽ 2 ഹവറിനകം പുറത്ത് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സമയമില്ല. വരുമ്പോൾ ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.